celebrates the King of Kings and Lord of Lords, Almighty God, forever you are holy. കുട്ടികളുടെ പ്രതിജ്ഞ. എന്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എന്റെ കാവൽ മാലാഖയെ, ഈ പുണ്യകർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, പുതിയ വർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ഓരോ നിമിഷവും ദൈവത്തിന് സമർപ്പിച്ച് യേശുവിൻ്റെ കൈപിടിച്ച് ഈ പുതിയ വർഷത്തിലേക്ക് കടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് ഈ വർഷത്തെ ഓരോ പ്രഭാതത്തിലും ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. ഓരോ നിമിഷവും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, കർത്താവിൻ്റെ സ്നേഹം നിരന്തരം അനുഭവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുട്ടികളെ, നാം ഇന്ന് 11-ാം പാഠത്തിൻ്റെ 3-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നാം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. എന്തെല്ലാമെന്ന് ഓർത്ത് നോക്കിയേ. എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ പാഠം, ഈ പാഠത്തിൽ തന്നെ കഴിഞ്ഞ ഭാഗം, കഴിഞ്ഞ ആഴ്ചയിൽ പഠിപ്പിച്ച ഭാഗങ്ങൾ, സഭയും രാഷ്ട്രീയവും അല്ലേ. രാഷ്ട്രീയം എന്നാൽ എന്ത്? സഭയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ആധാരം എന്ത്? രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സഭയുടെ ലക്ഷ്യം, അത് നേടിയെടുക്കാൻ സഭയുടെ സമീപനം തുടങ്ങിയ കാര്യങ്ങൾ. വിദ്യാർത്ഥികളായ നാം രാഷ്ട്രീയത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ? ഇതെല്ലാമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ഭാഗം, ക്രൈസ്തവന്റെ പൗരധർമ്മം. ക്രൈസ്തവന്റെ പൗരധർമ്മം എന്താണെന്ന്, ഓരോ പൗരനും ഉണ്ടായിരിക്കേണ്ട ധർമ്മം. ക്രിസ്തു വിശ്വാസികളായി നമുക്ക് ഇരട്ട പൗരത്വമാണുള്ളത്. എത്ര? ഇരട്ടയെന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 2 തരം പൗരത്വം. സഭാംഗങ്ങൾ എന്ന നിലയിൽ ദൈവരാജ്യത്തിലെ പൗരന്മാരും ഭാരതീയർ എന്ന നിലയിൽ നാം ഇന്ത്യൻ പൗരന്മാരുമാണ്. സഭയെയും സഭാ നിയമങ്ങളെയും നാം സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ മാതൃരാജ്യത്തെയും രാഷ്ട്രീയ നിയമങ്ങളെയും ചുമതലകളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും വേണം. സഭാമാതാവിൻ്റെ എന്ന പോലെ നാം ഭാരതമാതാവിൻ്റെ മക്കളാണ്. സഭാമാതാവിൻ്റെ മക്കളാണ് നമ്മൾ, അല്ലേ? അതുപോലെ തന്നെ നാം ഭാരതമാതാവിൻ്റെ മക്കളാണ്. സഭയെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നാം അഭിമാനം കൊള്ളണം. രാഷ്ട്രമെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ദൈവകൽപ്പന അംഗീകരിക്കാൻ അനുസരിക്കാനും ഓരോ ക്രൈസ്തവനും ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രമെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കണം. ദൈവകൽപ്പന അനുസരിക്കാൻ ഓരോ ക്രൈസ്തവനും ബാധ്യസ്ഥനാണ്. രാഷ്ട്രത്തിന്റെ സുസ്ഥിതി അപകടത്തിലാക്കുന്ന ശിഥിലീകരണ ശക്തികൾ ധാരാളമുണ്ട്. രാഷ്ട്രത്തിന്റെ സുസ്ഥിതി, നല്ല അവസ്ഥ അപകടത്തിലാക്കുന്ന ശിഥിലീകരണ ശക്തികൾ, നമ്മളെ വിഘടിപ്പിക്കുന്ന ശക്തികൾ ധാരാളം ഉണ്ട്. ചിലത് താഴെ കൊടുക്കുന്നു: മതവിരുദ്ധതയും വർഗീയതയും. യഥാർത്ഥ മതം വിശ്വസാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ് യഥാർത്ഥ മതം. ലോകം മുഴുവനും സഹോദരങ്ങളെ പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും അതാണ് മതം അനുശാസിക്കുന്നത്. ഈ ദേശ സ്നേഹത്തെയും പൗരധർമ്മത്തെയും ഉദ്ബോധിപ്പിക്കാത്ത മതാചാര്യന്മാരില്ല. എല്ലാ മതാചാര്യന്മാരും പൗരന്റെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മതാചാര്യന്മാരും. എന്നാൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന മതവിരുദ്ധരും വർഗീയവാദികളും ദേശീയതയ്ക്ക് എന്നും പേടി സ്വപ്നമാണ്. മതവിരുദ്ധരും വർഗീയവാദികളും ദേശീയതയ്ക്ക് എന്നും പേടി സ്വപ്നമാണ്. ആരാണ്?
ജനങ്ങളെ തമ്മിൽ, ലോകത്തിലെ ജനങ്ങൾ വിശ്വസാഹോദര്യം, അതായത് ലോകത്തിൻ്റെ സഹോദര സ്നേഹത്തിൽ നിന്നും വിഘടിപ്പിക്കുന്ന മതവിരുദ്ധരുണ്ട്, വർഗീയവാദികളുണ്ട്. ദേശീയതയ്ക്ക് എന്നും ഇവർ പേടി സ്വപ്നമാണ്. ഈശ്വര നിഷേധം വിശ്വസാഹോദര്യത്തെയും പൗരബോധത്തെയും ദേശീയതയെയും നിഷ്പ്രഭമാക്കുന്നു. ഈശ്വരനെ നിഷേധിക്കുന്നവരിൽ സഹോദരമില്ല, സഹോദര സ്നേഹമില്ല. സഹോദരനെ സ്നേഹിക്കാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ജാതി ചിന്തയും നിസ്സഹരണവും. ജാതി ചിന്തകളുടെ വെളിച്ചത്തിൽ സമൂഹത്തിൽ അനൈക്യവും ഉച്ചനീചത്വങ്ങളും വളർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ജാതി, ഞാൻ ഇന്ന ജാതി, നീ മുസ്ലിം, നീ ഹിന്ദു, നീ ക്രിസ്ത്യാനി എന്നുള്ള വേർതിരിവ് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ സമൂഹത്തിൽ അനൈക്യം കളിയാടാൻ തുടങ്ങി. അന്യജാതിയിൽപ്പെട്ടവരെ ശത്രുക്കളായി കണ്ട് സമൂഹ ജീവിതം ഭിന്നിപ്പിക്കുന്ന അന്ധകാര ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം. ആരെയാണ് ചെറുത്തു തോൽപ്പിക്കേണ്ടത്? അന്യജാതിയിൽപ്പെട്ടവരെ ശത്രുക്കളായി കണ്ട് സമൂഹ ജീവിതം ഭിന്നിപ്പിക്കുന്ന അന്ധകാര ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. 10 കൽപ്പനകൾ തന്നിട്ട് 2 കൽപ്പനകൾ ഉൾപ്പെടുത്തി ചുരുക്കി പറഞ്ഞത് എന്താണ്? ഈശ്വരനെ സ്നേഹിക്കണം, സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കണം. അതിനേക്കാൾ വലിയ ദൈവസ്നേഹം ഇല്ല. അതാണ് വിശ്വസാഹോദര്യം. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന അന്ധകാര ശക്തികളെ ചെറുത്തോൽപ്പിക്കണം. ഇങ്ങനെയുള്ള ഈ വിശ്വസാഹോദര്യത്തെ ഭിന്നിപ്പിക്കുന്ന, വിഘടിപ്പിക്കുന്ന ജാതി ചിന്തകളും വർഗീയവാദങ്ങളും വിരുദ്ധരും എല്ലാവരെയും നാം ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. കാരണം എങ്ങനെയാണ്? സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ജാതി ചിന്തയോ മതമോ നോക്കാതെ സഹോദരങ്ങളെ നമ്മെപ്പോലെ തന്നെ കരുതുകയും അവരുടെ ആപത്തുകളിൽ നമ്മൾ സഹായിക്കുകയും താഴ്ന്ന ജാതിക്കാരെ നമ്മളൊപ്പം ഇരുത്തുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചിന്തയെ ചെറുത്ത് തോൽപ്പിക്കണമെന്നാണ് പറയുന്നത്. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെ ഐക്യമോ ഐശ്വര്യവും കാത്തു സൂക്ഷിക്കാനുള്ള കടപ്പാട് മറക്കാൻ പാടില്ല. അതുവഴി സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും ഐശ്വര്യവും കൈവരും. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. ഇനി അടുത്തതാണ് ഭാഷയും പ്രാദേശികതയും. അവിടെ ഒരു ഭിന്നിപ്പ് വരുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഭാഷയെയും പ്രദേശത്തെയും സ്നേഹിക്കണം. മലയാളം എൻ്റെ മാതൃഭാഷയാണ്, എന്നിട്ട് ഞാനോ ഇംഗ്ലീഷ് പഠിക്കാൻ നിൽക്കുകയാണ് മാതൃഭാഷയാക്കാൻ. അപ്പോൾ മാതൃഭാഷയെ അംഗീകരിച്ചുകൊണ്ട് മറ്റ് ഭാഷകൾ പഠിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ തള്ളിപ്പറയരുത്. ഓരോരുത്തരും അവരവരുടെ ഭാഷയെയും പ്രദേശത്തെയും സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. എന്നാൽ സ്വന്തം ഭാഷയും പ്രദേശവും മാത്രമാണ് ശ്രേഷ്ഠമെന്ന് കരുതി മറ്റുള്ളവരെ പുച്ഛിച്ചു തള്ളുന്നത് അഭികാമ്യമല്ല. അതാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. എല്ലാ ഭാഷകളും എല്ലാ ദേശങ്ങളും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അമൂല്യ സമ്പത്താണ്. ഏതാണ് അമൂല്യ സമ്പത്ത്? എല്ലാ ഭാഷകളും എല്ലാ ദേശങ്ങളും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പല ഭാഷകളും നമ്മൾ സ്വായത്തമാക്കണം. പക്ഷേ അവിടെയെല്ലാം മാതൃഭാഷയെ പറയരുത്. സഭയും രാഷ്ട്രവും അന്യോന്യം കൈകോർത്തു പോകേണ്ട പ്രസ്ഥാനങ്ങളാണ്. സഭ രാഷ്ട്രത്തിന്റെ മനസാക്ഷിയാണ്. സഭയുടെ പ്രവാചക ദൗത്യം രാഷ്ട്രത്തിന്റെ ധാർമ്മിക ബോധം ഉണർത്തുന്നു. സഭാമക്കളെന്ന നിലയിൽ നാം ദൈവരാജ്യത്തിന്റെ സന്ദേശവാഹകരുമാണ്. സഭാമക്കളെന്ന നിലയിൽ നാം ദൈവരാജ്യത്തിന്റെ സന്ദേശം, സഭയുടെ മക്കളാണ്. അത് നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം നമ്മുടെ ദൈവരാജ്യത്തിൻ്റെതാണ്. സുവിശേഷ മൂല്യങ്ങളുടെ ഉപാസകരുമാണ്. എന്താണ്? സുവിശേഷ മൂല്യങ്ങളുടെ ഉപാസകരുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സുസ്ഥിതിയും സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും നമുക്ക് കഴിയണം. അതാണ് കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സുസ്ഥിതിയും വേർതിരിവ് പാടില്ല, ഖണ്ഡിക്കാൻ പാടില്ല. സുസ്ഥിതി സംരക്ഷിക്കണം. ഭാരതത്തെ സുവിശേഷ വെളിച്ചത്താൽ പ്രഭാപൂരിതമാക്കാൻ ക്രൈസ്തവരായ നാം പ്രതിജ്ഞാബദ്ധരാണ്. ഭാരതത്തെ എങ്ങനെ സൂക്ഷിക്കാനാണ്? സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, ആ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ യേശുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ പ്രഭാപൂരിതമാക്കാൻ ക്രൈസ്തവരായ നാം പ്രതിജ്ഞാബദ്ധരാണ്. നിർബന്ധമായി നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സഭയും രാഷ്ട്രവും എന്നുള്ള പാഠത്തിൽ ഭാരതത്തെ സുവിശേഷ വെളിച്ചത്തിൽ പ്രഭാപൂരിതമാക്കാൻ നമുക്ക് സാധിക്കണം. ഈ റേരും നോവാരും കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ പരിണിത ഫലമായി വ്യാപകമായ ചൂഷണവും അനീതിയും രൂപം കൊണ്ടപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ സമ്മതിക്കായില്ല. ഏത് നൂറ്റാണ്ടിലാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വ്യാവസായിക വിപ്ലവം. ഏത് വിപ്ലവമാണ്? വ്യാവസായിക വിപ്ലവം. അണ്ടർലൈൻ ചെയ്യണം. പരിണിത ഫലമായി വ്യാപകമായ ചൂഷണവും അനീതിയും രൂപം കൊണ്ടപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല. ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരമായി 1891 മെയ് 15 ലയോ 13 പാപ്പ റേരും നൊവാരും തൊഴിലാളികളുടെ അവസ്ഥ, ഇതാണ് അതിൻ്റെ അർത്ഥം, എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചു. ഒന്നും കൂടി ടീച്ചർ പറയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് വ്യാവസായിക വിപ്ലവം പുറപ്പെട്ടത്. ലോകമെങ്ങുമുള്ള തൊഴിലാളികളെ ഒന്നിച്ചുകൂട്ടി അവരുടെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമായി 1891 മെയ് 15 ലയോ 13 പാപ്പ, അണ്ടർലൈൻ, ലയോ 13 റേരും നൊവാരും തൊഴിലാളികളുടെ അവസ്ഥ എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഈ വാക്കും ചാക്രിക ലേഖനത്തിൻ്റെ പേരും അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നും നിങ്ങൾ ഇപ്പോൾ തന്നെ കുറിച്ചിടണം. കാരണം പരീക്ഷയ്ക്ക് തീർച്ചയായും ഉണ്ടാവും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ പ്രബോധന രേഖ തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ചിരുന്നു. ആര് തമ്മിലുള്ള ബന്ധമാണ്? തൊഴിലാളിയും തൊഴിലുടമയും. അവർ തമ്മിൽ വലിയൊരു ബന്ധമുണ്ടാകണം. തൊഴിലുടമയ്ക്കും ഉണ്ടാകണം, തൊഴിലാളിക്കും ഉണ്ടാകണം, അല്ലേ? ആത്മാർത്ഥമായി പണിയെടുത്ത് അർഹിക്കുന്ന കൂലി മേടിക്കാൻ തക്ക വിധം അവരെ തൊഴിലാളികളെ പ്രാപ്തരാക്കണം. അവരോട് നമുക്ക് സഭാമക്കൾക്ക് പ്രത്യേകം കടമയുണ്ടെന്നുള്ള ബോധ്യം ആർക്കുണ്ടാകണം? തൊഴിലാളികൾക്കല്ല, തൊഴിലുടമയ്ക്ക്. സഭ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, സഭ അതിലിടപെടുന്നുണ്ട്. അപ്പം സഭ എന്ന് പറഞ്ഞാൽ നമ്മളും കൂടി ഉൾപ്പെട്ടതാണ്, അല്ലേ? നമ്മളും അതിന് ഇരകളാകുന്നുണ്ട്. നമ്മൾ എല്ലാ വിധത്തിലും തൊഴിലാളിയും ആവുന്നുണ്ട്, തൊഴിലുടമയാവുന്നുണ്ട്. അവിടെയെല്ലാം സഭ പറയുന്ന കാര്യങ്ങൾ നാം ചെയ്തു തീർക്കേണ്ടതാണെന്നാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വഴി ലയോ 13 മാർപ്പാപ്പ അത് ശക്തമായി നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഈ ചാക്രിക ലേഖനം വഴി നമ്മളതെല്ലാം അനുസരിക്കുക. ഈ പ്രധാന ഹെഡിങ്ങൊക്കെ വീണ്ടും വീണ്ടും വായിക്കുക, അണ്ടർലൈൻ ചെയ്തതൊക്കെ എഴുതിയെടുത്ത് വെക്കുക. ഇനി അടുത്ത ഈ പാഠത്തിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിൽ വരാവുന്ന വൺ വേർഡും ഞാൻ അയച്ചു തരും. നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു പാഠം കൂടി നമുക്ക് എടുക്കാനുള്ളൂ, 12-ാം പാഠം. പിന്നെ ഒരു വിശുദ്ധനെക്കുറിച്ച് മനോഹരമായ ഒരു വിശുദ്ധൻ്റെ കഥ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണെന്നറിയാമോ വിശുദ്ധൻ? അതാണ് നിങ്ങൾ സ്വന്തമായി വായിച്ച് നോക്കേണ്ടത്. ആ വിശുദ്ധനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെട്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പകർത്താൻ സാധിക്കുന്നത്, അതിലെ പ്രത്യേകതകളൊക്കെ കണ്ടുപിടിക്കുക. ഈ പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് മതി. ടീച്ചർ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ പാഠം ഇന്ന് തീരുകയാണ്. ടീച്ചർ അങ്ങോട്ട് ചോദ്യങ്ങൾ എഴുതിയിരുന്നു, അതുപോലെ എഴുതിയെടുത്ത് പഠിക്കുക. വൺ വേർഡും പഠിക്കുക. ഇനി പുതിയ വർഷത്തിൽ പുതിയ സൃഷ്ടിയാവുക. കർത്താവ് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം, അല്ലേ? അടുത്ത കൊല്ലം ഞാനൊരു നല്ലൊരു കുട്ടിയാകും. കാരണം എല്ലാ സ്വഭാവങ്ങൾ, ഞാൻ എന്തെല്ലാം സ്വഭാവത്തിന്, ചീത്ത സ്വഭാവങ്ങൾക്ക് ഇപ്പോൾ അടിമയാണെന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് മോചനം നേടാനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയുടെ കൈപിടിക്കണം, നമ്മുടെ കാവൽ ദൂതന്മാരുടെ ശക്തിയായ സംരക്ഷണം നമുക്ക് തരാൻ പ്രാർത്ഥിക്കണം. പുതിയ വർഷത്തിൽ പുതിയ കുട്ടി, അല്ലേ? പുതിയ വർഷത്തിൽ ഒരു പുതിയ കുട്ടി, ഈശോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാകാൻ അത് ആകണമെങ്കിൽ മാതാപിതാക്കൾ അനുസരിക്കണം. നല്ല കുട്ടികളായിട്ടും പഠിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും വേണം. ഓക്കെ.